നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഈ ഒറിജിനൽ പോലെയുള്ള ഈ റോസാപ്പൂവില്ലേ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാമെന്ന്. അതിന് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ക്രേപ്പ് പേപ്പർ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ളതാണ്. വിഷ് എന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ കടയിലൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് നല്ലൊരു ക്രേപ്പ് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിഷിൽ കണ്ടപ്പം നല്ലതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കി. അതുകൊണ്ട് ഒരു കളർ മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല പേപ്പറാണ്, നന്നായിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പേപ്പറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് റോസ് പൂ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം, എന്നാൽ കുറച്ചൊരു സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 9 പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ 9 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് 10 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അങ്ങനെയാണ് കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 9 പീസാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. 10 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുള്ളത്. അത് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കഷ്ണം വേണോ, ഇത്രയും വലിയ പീസ് വേണോ, പക്ഷേ അത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും അത്രയും വലുപ്പത്തിൽ തന്നെ വേണം എന്നുള്ളത്. നല്ല വൃത്തിയിൽ ഭംഗിയിൽ നിൽക്കണമെങ്കിൽ ഈ ഒരു വലുപ്പം തന്നെ വേണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒതുക്കി ഒരേ ലെവലിൽ ആക്കിയിട്ട് നമ്മൾ പിടിക്കാം. ഈ 9 പീസും നല്ല പോലെ ഒതുക്കി ഒരേ ഇതിലാക്കി പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ഒരു ചെറിയ റൗണ്ടായിട്ടൊന്ന് സെമി സർക്കിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്യുമ്പം ക്യാമറയിൽ നിന്നും മാറിപ്പോയി, ഞാൻ വെച്ച് കട്ട് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ആ ഭാഗം ക്യാമറയിൽ നിന്ന് പുറത്തേക്കാണ് വന്നിട്ടുള്ളതെന്നുള്ളത് കണ്ടത്. അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ആ മുകൾ ഭാഗം കുറച്ച് മാത്രം അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പൂവിൻ്റെ ഒക്കെ എതളിൻ്റെ ഭാഗം ഇങ്ങനെ ഇരിക്കില്ലേ, അതേപോലെ. എന്നിട്ട് അത് നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ബാക്കിലേക്ക് ഇങ്ങനെ റോൾ ചെയ്യുന്ന പോലെ ആക്കിയിട്ട് എടുക്കുക. ഇത് ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതേ ഷേപ്പിൽ ആയിട്ട് കിട്ടും. ഒരുപാട് ആഞ്ഞ് വലിക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കൊരു എതളിൻ്റെ ഇതുപോലെ കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് അതേപോലെ ചെയ്യാം. ഈ വീഡിയോ കുറച്ച് സമയം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ടാണ്, ചുരുക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്നാലും കുറച്ച് ലെങ്തിയാണ്. അതിനുശേഷം നമ്മൾ ഓരോ എതളെടുത്തിട്ടും നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ പേപ്പർ ശരിക്കും ഇങ്ങനെ വലിഞ്ഞു വരും. നമ്മൾ അതിൻ്റെ നടുക്കിൽ നമ്മുടെ 2 കൈയിൻ്റെ വിരലും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുക്കുക. അതിങ്ങനെ ഒന്ന് എതളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് വലിച്ചെടുക്കുക. അതായത് ഇതിൽ കാണുന്ന പോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ശരിക്കും ഒരു എതളിൻ്റെ ഷേപ്പിൽ നമുക്കായിട്ട് കിട്ടും. ഉള്ളിലേക്കാക്കിയിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിൽ വലിക്കാതെ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് വലിച്ചെടുക്കുക. അതുപോലെ എല്ലാ ഇതളുകളും ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ച് എടുത്ത് വയ്ക്കുക. നമ്മുടെ റോസിൻ്റെ മുട്ടിൻ്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അതേപോലെ ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതേപോലെ 4 എണ്ണം 3 എണ്ണം 2 എണ്ണം ഇങ്ങനെ ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇതേപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ നമ്മളിത് ചുറ്റിയെടുക്കുക. ആദ്യം ഒരു എതളെടുത്തിട്ട് ഒരു പകുതിയിൽ വെച്ചിട്ട് ചുറ്റിയെടുക്കണം. അതായത് ആ എതളിൻ്റെ പകുതിയിൽ കൂടുതൽ മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ തന്നെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നൂല് വെച്ച് നന്നായിട്ട് കെട്ടുക. അതിനുശേഷം നമ്മൾ ആ ചുറ്റിയിട്ടുള്ള ആ ഒരു
ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ അവിടുന്ന് തന്നെ അടുത്ത ഇതളും ചുറ്റുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പൊക്കിയിട്ടൊരു ഭാഗമില്ലേ, ആ ഭാഗം നമ്മൾ അമർത്തരുത്. കുറച്ചൊന്ന് ലൂസായിട്ട് എന്നാൽ അടിഭാഗം ടൈറ്റായിട്ടും കിട്ടണം. അതേപോലെ ചുറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം അതിൻ്റെ ഇതള്. എന്നിട്ട് നൂല് വെച്ച് നന്നായിട്ട് കെട്ടിയെടുക്കുക. നമുക്ക് ആ ഒരു നടുഭാഗം ഇങ്ങനെ വല്ലാതെ അമർന്ന് നിൽക്കുകയാണെങ്കിൽ ആ പെൻസിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്താലും കുഴപ്പമില്ല, കുറച്ചൊന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇനി ബാക്കി നമ്മളെടുത്ത് 7 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം എടുക്കുക. 3 എണ്ണം ഞാൻ വെച്ചിട്ടുള്ള ഇതേപോലെ വയ്ക്കുക. ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ചിട്ട് നമ്മളൊരു കൈ കൊണ്ട് പിടിച്ച് റോൾ ഇതെടുക്കുക. ചെറുതായിട്ട് ആദ്യമുള്ള ഇതളൊന്ന് ചുറ്റുക. അതിന് ശേഷം രണ്ടാമത്തെ ആ ഇതള് അതിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ചുറ്റിയെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചല്ല ചുറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഓരോ ഇതളായിട്ട് ആദ്യം ഫസ്റ്റിൽ ചെയ്തിട്ടില്ലേ ആദ്യത്തെ 2 ഇതളുകൾ ചുറ്റിയ പോലെ തന്നെ ചുറ്റിയാൽ പോരേന്ന്. പക്ഷേ ഇങ്ങനെ 3 ഇതളുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിച്ച് ചുറ്റി അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ചുറ്റുമ്പോഴാണ് ശരിക്കും ആ പൂവിൻ്റെ ആ ഷേപ്പിൽ ആ ഭംഗിയിൽ ഇതൾ കിട്ടുള്ളൂ. അത് ഇത് അവസാനം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഇതൾ ചുറ്റിയെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം, ഭംഗി കണ്ടോ. അതിങ്ങനെ ആ ഒരു പൂവിൻ്റെ റോസ് വിരിയുന്നതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടി. ആ 3 ഇതൾ വെച്ച് ചുറ്റിയതിന് ശേഷവും നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി വയ്ക്കാം. നമുക്ക് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ആ വിരൽ വെച്ചിട്ട് വലിച്ചിട്ടുള്ള ആ ഭാഗം ഇങ്ങനെ ഒരു ഉരുണ്ട് നിൽക്കുന്നുണ്ടാവും. ആ ഭാഗം ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇനി നമ്മളെടുത്തുള്ള അവസാനത്തെ 4 ഇതളുകളാണ്. ആ 4 ഇതളുകളും ഇതേപോലെ തന്നെ നമ്മൾ ആ 3 ഇതൾ വെച്ചിട്ട് ചെയ്തിട്ടില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ചുറ്റിയെടുക്കുക. ഇത് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോഴൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയെന്ന് വരില്ല, നമുക്ക് പിടിക്കാൻ പറ്റിയെന്നും ഒന്നും വരില്ല. പക്ഷേ 1-2 പ്രാവശ്യം നമ്മളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് പറ്റും. ആദ്യം നമുക്ക് തോന്നും അത് പറ്റില്ല എന്ന്, പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും എങ്ങനെ വെക്കണം എന്നുള്ളത്. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അത്രയ്ക്ക് പ്രശ്നമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പം ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ചുറ്റുക എന്നുള്ളത്. അങ്ങനെ എല്ലാം കൂടെ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടോ അതിൻ്റെ ഇതളുകൾ നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഇതൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ലാസ്റ്റ് ഭാഗം അങ്ങനെ നിൽക്കില്ല. എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എന്നിട്ട് ആ ഇതളുകളൊക്കെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. ഒരിക്കലും ഈ ഇതളുകൾ നമ്മൾ ചുറ്റി കെട്ടുമ്പോൾ ടൈറ്റായിട്ട് ചുറ്റരുത്. പിന്നെ അതിന് വേണ്ട ഇല ഉണ്ടാക്കണം.
ഈ ഇല ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, കാരണം ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോവും ഇതും കൂടെ കറക്റ്റ് കാണിച്ച് വരുമ്പം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഇത് 3 എണ്ണമായിട്ടാണ്, 3 ഇലകളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ എൻ്റെ അടുത്ത് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കളർ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചിട്ട് ആ 3 ഇല കൂടെ ഒന്നിച്ചാക്കിയതാണ്. എങ്ങനെയാണ് ഞാൻ ആ ഇല ഉണ്ടാക്കിയത് എന്നുള്ളത് കട്ട് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കുക. അതിനുശേഷം ഇലയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ സിക്സാഗായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ് പൂവിൻ്റെ ഇലയുടെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് നീളമുള്ളതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞു തരുന്നു. ഇതിന് പച്ച കളറ് ഗ്രേ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് പച്ച കളർ ഒരു പേപ്പറും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വൈറ്റ് കളർ പേപ്പറിൽ ചെയ്തിട്ട് അതിൽ ഞാൻ കളർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ ഒരു നടുക്ക് ഒരു ചെറിയ കഷ്ണം കമ്പി വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കമ്പി വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ പീസും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ ആ നടുക്ക് ആ ഒരു തണ്ടിൻ്റെ പോലത്തെ നടുക്കിലുള്ളൊരു ഇതില്ലേ, അത് നല്ല ക്ലിയറായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് പച്ച ടേപ്പ് ഒട്ടിച്ചു. അങ്ങനെ 3 എണ്ണം ഉണ്ടാക്കി അത് 3ഉം കൂടെ ഒന്നിച്ച് ചുറ്റിയെടുത്തതാണത്. അതുപോലെ തന്നെ ആ അടിയിലുള്ള പൂവിൻ്റെ അടിയിലുണ്ടാകുന്ന ആ ഭാഗമില്ലേ, അതും ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. അതും കളർ ചെയ്തതാണ്. എൻ്റെ അടുത്ത് പച്ച കളർ ഇല്ലാത്തത് കൊണ്ട്, പേപ്പർ ഇല്ലാത്തത് കൊണ്ട്. അത് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ച കളറ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുറ്റിയെടുക്കുക. നന്നായി ചുറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഭാഗം ഇങ്ങോട്ട് ചുറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇലയുടെ അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ടാപ്പ് ചുറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റോസ് കിട്ടി. വിരിഞ്ഞ് വരുന്ന ഒരു റോസാപ്പൂവായിട്ട് നമുക്ക് നല്ല ഭംഗിയാണ് അത് കാണാൻ. നല്ല രസത്തിൽ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് സമയം ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ചുറ്റുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഒരു പ്രാവശ്യം ചുറ്റി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്, അത് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Thank you.